ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ട് 3 ദിവസമായിട്ടോ. അപ്പോൾ അന്ന് ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച ഭാഗം ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചതാണേ പഴുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നേക്ക് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിതൊന്ന് മുറിച്ച് നോക്കുക. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ 3 ദിവസം ആണെങ്കിൽ പോലും എനിക്ക് തീരെ ക്ഷമയില്ലേനും. ഞാൻ ഇവിടുന്നൊക്കെ ഇങ്ങനെ കഷ്ണമൊക്കെ എടുത്തിട്ട് പഴുത്തിനോ നോക്കിയോ അങ്ങനെയുള്ള ഭാഗമാണ് ഇത്. അപ്പോൾ ആ ഭാഗം നമുക്ക് ചെത്തിക്കളഞ്ഞിട്ട് നോക്കാം ഒന്ന്. ഇത് സാധാരണ ഒരു ചക്കയല്ല, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു കളറൊക്കെ മാറ്റമുള്ള ഒരു ചക്കയാണെന്നൊക്കെ പറഞ്ഞത്. നമ്മളെന്തായാലും ഒന്ന് മുറിച്ച് നോക്കുക. കണ്ടോ ചക്ക മുറിച്ചെടുത്തേ, കണ്ടോ നല്ല ഓറഞ്ചും മഞ്ഞയും മിക്സ്, നല്ല അടിപൊളി കളർ കേട്ടോ, നല്ല അടിപൊളി മധു. ഇത് ആർക്കെല്ലോ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേക്ക്. പക്ഷേ ടേസ്റ്റ് കൊണ്ട് ഞാൻ തന്നെ ഇപ്പം ചിലപ്പോൾ തീർക്കും. ഇത്രയും സൂപ്പറാട്ടോ. നമുക്കിവിടെ ചക്ക കുറവാണേ, തേങ്ങയൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് ചക്കയില്ല. ചക്ക ഇങ്ങനെ ഇതേപോലെ എവിടുന്നെങ്കിലൊക്കെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടം. ചക്ക സീസൺ ആയാൽ ഓരോരുത്തരോട് പറയും, നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, ചക്കയൊക്കെ ഉണ്ടാകുന്ന വീട്, ഓരോടൊക്കെ പറയും ഒരു ചക്ക കൊണ്ട് തരുമോ. ഇത് ഇരിങ്ങത്ത് അമ്മേൻ്റെ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. കിടിലോ കണ്ട, നല്ല ഓറഞ്ചും മഞ്ഞയും കലർന്ന അടിപൊളി കളർ കേട്ടോ. ഓറഞ്ചും മഞ്ഞയും കലർന്ന നല്ല അടിപൊളി ചക്ക. ഒന്ന് തിന്ന് നോക്കാം. നല്ല മധുരം, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഇതാടെ ആദ്യമായിട്ട് ഈ ഒരു പ്ലാവിൽ ആദ്യമായിട്ട് ഉണ്ടായ ചക്കയെന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി. ഒന്നുകൂടി ഇത് നോക്കാം. സൂപ്പർ.